നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ലോകത്തിൽ നാം ചില നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യവ്യാപകമായ മാറ്റങ്ങൾ, രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ, മതപരമായ മാറ്റങ്ങൾ ഒക്കെ അനുദിനം കാണുക മാത്രമല്ല, അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയുവാൻ കഴിയുകയില്ല. എന്നാൽ പല സംഭവങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു വാക്ക് എഴുതി വച്ചിരിക്കുന്നു: സമയം അടുത്തിരിക്കുന്നു. ഫോർ ദ ടൈം ഈസ് അറ്റ് ഹാൻഡ്. സമയം അടുത്തിരിക്കുന്നു. എന്ത് സമയം? ഏത് സമയം? എന്തിൻ്റെ സമയം? ഒരിക്കൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു: കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള ലക്ഷണം എന്താണ്? 3 സുവിശേഷങ്ങളായി നാം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് കണ്ടു എഴുതി വച്ചിരിക്കുന്നു: രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും, അവിടെയുടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും, പകർച്ചവ്യാധികൾ, വിവിധ വ്യാധികളുണ്ടാകും. വിവിധ നിലയിലുള്ള ലക്ഷണങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ചില പീഡനങ്ങളൊക്കെ അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അവസാനം കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു: അത് സംഭവിക്കേണ്ടത് തന്നെ. ഒരു പുതുമ അതിനകത്തില്ല. വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് പറഞ്ഞ പല ലക്ഷണങ്ങളും ഇന്ന് നാം കണ്ണാലെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഒരു വാക്ക് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് വളരെ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുഗം നമ്മെ വിട്ട് പിരിയുവാൻ, ഒരു കാലഘട്ടം അവസാനിക്കുവാൻ അതിൻ്റെ സമയം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് ഈ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ്. ഈ രാഷ്ട്രീയപരമായ രാജ്യവ്യാപകമായ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ജാതീയമായ കലാപങ്ങൾ, ജാതീയമായ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, വിവിധ നിലയിലുള്ളതായ അധാർമിക പ്രവർത്തനങ്ങളെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് എടുത്തു പറയുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് വളരെ പ്രാധാന്യമുണ്ട്. സമയം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സമയം അടുത്തതിൻ്റെ പ്രത്യേകത? സകലരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, തൻ്റെ വരവിങ്കൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും നാം ക്രിസ്തുവിൽ മരിച്ചവർ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ എഴുന്നേൽപ്പാൻ പുറപ്പെടണം. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ വരവായി ഒരുങ്ങാം. സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.